ചെകുത്താൻ 19. പാദത്തിൽ കൂടി ഒരു വിറയൽ. അത് പതിയെ ശരീരം മുഴുവൻ നിറഞ്ഞ് ഭയം അവളെ പൊതിഞ്ഞു. തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അവൾ മുഖം കുനിച്ചു നിന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയോ? അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം. അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ? അവന്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നതും അവൾ ആലില പോലെ വിറച്ചു. തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ കുറ്റം ചെയ്തവളെ പോലെ മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ ദേവന്റെ ദേഷ്യം കൂടി. എന്റെ മുഖത്തേക്ക് നോക്കടി! അവന്റെ ശബ്ദം ഉയർന്നു. അതുകൂടിയായതും ആ പെണ്ണാകെ പേടിച്ചു വിറച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിലെ നിസ്സഹായത, ദയനീയത, അത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവ്. അവൻ കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വേണം ഉപയോഗിക്കാനെന്ന്. പക്ഷെ നീ ഇന്നങ്ങനെയല്ല ചെയ്തത്. അതിന്റെ കാരണം, എന്നെ ധിക്കരിച്ചതിന്റെ കാരണം എനിക്കറിയണം. പക്ഷെ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ പേടിച്ചു വിറച്ചു നിന്നു. കണ്ണുകൾ നിറഞ്ഞ് ഒഴുകി. താൻ ഇത്രയും ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ദേഷ്യം വല്ലാതെ ഉയർന്നു. നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്? നിന്റെ വായിലെന്താ നാക്കില്ലേ? അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. അതോടൊപ്പം അവളുടെ കരച്ചിലും. ദേവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം അടുക്കളയിൽ നിന്ന് വിമല കേട്ടു. അവർക്ക് കാര്യം മനസ്സിലായി. അവർ വേഗം തന്നെ കിണറ്റിൻകരയിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവരൊന്ന് ഞെട്ടി. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ദേവൻ, അവന്റെ മുന്നിൽ പേടിച്ചു വിറച്ച് കരഞ്ഞുകൊണ്ട് ലച്ചു. അവർ ദേവന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു. അയ്യോ കുഞ്ഞെ, മോളെ ഒന്നും പറയല്ലേ. ഞാനാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരണ്ടെന്ന് മോളോട് പറഞ്ഞത്. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ വിമലയെ നോക്കി. അവർ പതിയെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, മോൾക്ക് മാസക്കുളിയാണ്. ഈ സമയത്ത് കുട്ടികൾ കിണറ്റിന്റെ അടുത്തേക്ക് പോവുകയോ വെള്ളം കോരുകയോ ചെയ്യരുത്. 5 കുളിയെങ്കിലും കഴിയാതെ വെള്ളം കോരാൻ പാടില്ല. വിമല പറയുന്നത് കേട്ടതും ദേവൻ ആകെ വല്ലാതായി. അവൻ പെട്ടെന്ന് തന്നെ ലച്ചുവിനെ നോക്കി. ഞാൻ എത്ര നേരമായി നിന്നോട് ചോദിക്കുന്നു? നിനക്ക് ഈ കാര്യം എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അവന്റെ ചോദ്യം കേട്ടിട്ടും അവൾ കരഞ്ഞുകൊണ്ട് നിന്നതല്ലാതെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. മോനെ, മോള് കുഞ്ഞല്ലേ. മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അല്ലെങ്കിലേ സംസാരം കുറവാണ്. അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കൂടിയായാൽ ഉറപ്പായും അവളൊന്നും പറയില്ല. ഒരു പെണ്ണിന് ആണിന്റെ മുഖത്ത് നോക്കി അവളുടെ മാസക്കുളിയെപ്പറ്റി പറയാൻ ജാള്യതയുണ്ടാകും. അത് ദേവനറിയാം. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അവൻ വേഗം മുറിയിലേക്ക് പോയി. പക്ഷെ അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ കേട്ട് പേടിച്ചു വിറച്ച് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ലച്ചുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. ശോ, വേണ്ടായിരുന്നു. വഴക്ക് പറയണ്ടായിരുന്നു. പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ അവൾ. ഇന്നവളത് തെറ്റിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കാതെ അവളെ വഴക്കു പറഞ്ഞതോർത്ത് അവന്റെ മനസ്സ് വിഷമിച്ചു. കുറച്ചുനേരം ഇരുന്നപ്പോൾ താഴെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടു. അവൻ ജനലിലൂടെ നോക്കി. പതിയെ മുറ്റമടിക്കുകയാണവൾ. എന്നാൽ എല്ലാ ദിവസത്തെയും പോലെയല്ല. സാധാരണ ഒരറ്റത്ത് നിന്ന് മുറ്റമടിക്കാൻ തുടങ്ങിയാൽ ഒന്ന് നിവർന്നു പോലും നിൽക്കാതെ അവൾ അടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇപ്രാവശ്യം കുറച്ചുനേരം അടിച്ചു കഴിഞ്ഞ് അവൾ നടുനിവർത്തി അല്പം നേരം നിൽക്കും. വീണ്ടും അടിച്ചു വാരും. അവൾക്ക് നടുവിന് നല്ല വേദനയും കഴപ്പും ഉണ്ട് എന്നവന് മനസ്സിലായി. ഒരു നിമിഷം അവൻ അവന്റെ അമ്മയെ ഓർത്തു. ദേവന് 15 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. എങ്കിലും അമ്മയ്ക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവൻ ഓർമ്മയുണ്ട്. തന്റെ അനിയന്റെ സങ്കടങ്ങൾക്ക് കാരണക്കാരിയായ അവളുടെ സങ്കടങ്ങൾ അവനിൽ സന്തോഷം നിറയ്ക്കേണ്ടതാണ്. പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങിച്ചെന്നു. വിമലേച്ചി! അവൻ ഉറക്കെ വിളിച്ചു. എന്താ മോനെ, എന്തു പറ്റി? ചേച്ചി, ആ പെണ്ണിനോട് പറ കുറച്ചു ദിവസം കഴിഞ്ഞ് മുറ്റമടിച്ചാൽ മതിയെന്ന്. എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാനും കൂടി പറഞ്ഞേരെ. ദേവന്റെ വാക്കുകൾ വിമലയിൽ സന്തോഷം നിറച്ചു. അതെങ്ങനാ മോനെ, ആ മോള് അവളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും ആരോടും പറയില്ല. എല്ലാം ഉള്ളിൽ ഒളിപ്പിക്കുന്നതാണ് പ്രകൃതം. ഇവിടെ തന്നെ ആ കൊച്ച് ആകെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ആ ബാബുവിന്റെ ആടിനോടും അതിന്റെ കുട്ടികളോടും ആണ്. ആ കൊച്ചിന് ഇന്ന് തീരെ വയ്യ. അതുകൊണ്ടാണ് എഴുന്നേക്കാൻ താമസിച്ചത്. ശരിക്കും പറഞ്ഞാൽ വഴക്ക് പറയുമോന്ന് പേടിച്ചിട്ടാണ് വയ്യാഞ്ഞിട്ടും മുറ്റമടിക്കാൻ ഇറങ്ങിയത്. അതും പറഞ്ഞുകൊണ്ട് അവർ വേഗം ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ചു. അവളോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. മാനസികമായി ശാരീരികമായി അന്ന് അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ വിമല അവളുടെ കയ്യിൽ നിന്നും ചൂല് മേടിച്ച് മുറ്റമടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നന്ദിയോടെ വിമലയെ നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ അവൾ മുറിയിലേക്ക് നടന്നു. ആ കാഴ്ച തന്റെ മുറിയിൽ നിന്നുകൊണ്ട് അവൻ നോക്കി നിന്നു. 8 മണിയോടെ പ്രാതൽ കഴിക്കാനായി ദേവൻ താഴെ എത്തി. ആ പെണ്ണ് വല്ലതും കഴിച്ചായിരുന്നോ ചേച്ചി? കഴിക്കുന്നതിനിടയിൽ ദേവൻ വിമലയോട് ചോദിച്ചു. പെണ്ണ് എന്നുള്ളവന്റെ പ്രയോഗം വിമലയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും തന്റെ ഇഷ്ടക്കേട് മറച്ചു വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇല്ല കുഞ്ഞേ, മോളൊന്നും കഴിച്ചിട്ടില്ല, വയ്യാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ചോറാകുമ്പോഴേക്കും ഒരൽപ്പം കഞ്ഞി പോലെ ആക്കി കൊടുക്കാം. അല്ലെങ്കിലും ആ കുഞ്ഞൊന്നും കഴിക്കാറില്ല. പിന്നെ അന്ന് മോൻ പറഞ്ഞില്ലായിരുന്നോ അവൾക്ക് ആഹാരമൊക്കെ കുറച്ചു കൊടുത്താൽ മതിയെന്ന്? അതുകൊണ്ട് തന്നെ അവൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ദേവനെ ഒന്ന് വേദനിപ്പിക്കാൻ മനഃപൂർവ്വം തന്നെ വിമല പറഞ്ഞതാണ്. കാരണം ലച്ചുവിന് ആഹാരം കുറച്ചു കൊടുത്താൽ മതിയെന്ന് ദേവൻ പറഞ്ഞിരുന്നെങ്കിലും വിമല അവളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കാറുണ്ട്, അതും എല്ലാ കറികളും കൂട്ടി തന്നെ. എന്നാൽ വിമല പറഞ്ഞത് കേട്ട് ദേവന്റെ മുഖം വല്ലാതെയായി. അവൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞേക്കണം. ഇനി ആഹാരം കഴിക്കാതെ വല്ല അസുഖവും വരുത്തിയാൽ അത് അതിനേക്കാൾ തലവേദനയാകും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ അവൻ പറഞ്ഞതനുസരിച്ച് ലച്ചുവിന് ആഹാരം കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്ന് കേട്ടപ്പോൾ തോന്നിയ വിഷമത്തിലാണ് ദേഷ്യപ്പെട്ടത് എന്ന് വിമലയ്ക്ക് മനസ്സിലായി. ഒരു 9 മണിയോടെ തന്നെ ദേവൻ പുറപ്പെട്ടു. കാറിൽ ഇരിക്കുമ്പോൾ എല്ലാം അവൻ ഫോണിലെ CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തു. എന്തോ അവളുടെ ആ മുഖമൊന്ന് കാണാൻ അവൻ വല്ലാതെ കൊതിച്ചു. എന്നാൽ തന്റെ മുറി വിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. ഉച്ചയ്ക്കും വിമല ആഹാരം അവൾക്ക് മുറിയിൽ കൊണ്ടു കൊടുക്കുന്നതാണ് ദേവൻ കണ്ടത്. അവന് വല്ലാതെ ദേഷ്യം വന്നു. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു മാറ്റി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ എടുത്തു നോക്കി. കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തുന്നത് വരെ കാറിൽ ഇതുതന്നെയായിരുന്നു കലാപരിപാടി. ആശുപത്രിയിൽ ചെന്ന് ശംഖുവിനെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. അവന്റെ വേദനകളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ശരീരത്തിലെ ഒട്ടുമിക്ക മുറിവുകളും കരിഞ്ഞു. കാലിന് മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. ചേട്ടാ, ഞാൻ ചേട്ടനോട് എൻ്റെ നന്ദനെപ്പറ്റി പറഞ്ഞിട്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു പാവം പെണ്ണാണ്. ഒരു കഥയുമില്ലാത്തൊരു വായാടി പെണ്ണ്. എനിക്ക് അപകടം പറ്റിയപ്പോൾ എൻ്റെ ഒപ്പം അവളും ഉണ്ടായിരുന്നു. അന്ന് അവളുടെ അച്ഛനാണ് അവളെ കൊണ്ടുപോയത്. അതിൽ പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവളുടെ അച്ഛന് ദേഷ്യമായി എന്ന് തോന്നുന്നു. ഏട്ടനൊന്ന് അന്വേഷിക്കുമോ? പിന്നെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, ലക്ഷ്മി. അവരുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടിയാണ്. അവളെപ്പറ്റിയും ഒന്ന് തിരക്കാമോ? അല്ലെങ്കിൽ വേണ്ട, ലച്ചുവിൻ്റെ കാര്യം ഇനി തിരക്കിയിട്ട് കാര്യമില്ല. അവളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. കൂടുതലൊന്നും പറയാൻ കഴിയാതെ ശംഖു കണ്ണുകൾ അടച്ചു കിടന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ നിറയെ സങ്കടമായിരുന്നു. തങ്ങൾക്ക് ലക്ഷ്മിയെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ദേവന് അവനോട് ലച്ചുവിനെപ്പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ കണ്ണടച്ച് കിടന്നത് കണ്ടപ്പോൾ പിന്നെയൊന്നും ചോദിച്ചില്ല. അന്ന് വൈകിട്ട് തന്നെ ദേവൻ ദുബായിക്ക് പോയി. പിന്നീട് അങ്ങോട്ട് ബിസിനസ് തിരക്കുകളായിരുന്നു. എങ്കിലും എല്ലാ ദിവസവും ശംഖുവിനെ വിളിച്ച് അവന്റെ ആരോഗ്യകാര്യങ്ങൾ തിരക്കാൻ ദേവൻ മറക്കാറില്ല. പിന്നെ ഒപ്പം മറ്റൊരു പതിവ് കൂടി അവനിപ്പോൾ ഉണ്ട്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്റെ ഫോണിൽ തറവാട്ടിലെ CCTV ദൃശ്യങ്ങൾ നോക്കും. അതിൽ കാണുന്ന ലച്ചുവിന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കും. അവളുടെ മുഖത്തെപ്പോഴും വിഷാദം തന്നെയാണ്. വിഷാദം കലർന്ന ചിരി. സംസാരം ഇപ്പോഴും അതുപോലെ തന്നെ, വളരെ കുറച്ച്. പക്ഷെ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. ആ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ കോളിംഗ് ബെൽ ശബ്ദം കേട്ടാൽ അടുക്കളയിൽ നിൽക്കുന്ന അവൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. വിമല വന്നതാരാണെന്ന് നോക്കാൻ പോകുമ്പോൾ അടുക്കളയുടെ മൂലയിലേക്ക് ഭയത്തോടെ പതുങ്ങുന്നുണ്ട്. അവൾ ആരെയോ ഭയപ്പെടുന്നുണ്ട്. അത് ദേവന് ഉറപ്പായി. ഇനി അത് അവനെയാണോ? ആ ജഗൻ എന്ന് പറയുന്നവനെയാണോ? ശംഖുവിന്റെ ചോദ്യവും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ലച്ചുവിനെപ്പറ്റി തിരക്കിയിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു കാണും എന്നത്. 2 മാസത്തോളം ദേവന് തിരക്കോട് തിരക്കായിരുന്നു. എങ്കിലും ഇതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവൻ കൊച്ചിയിൽ വന്ന് ശംഖുവിനെ കണ്ടിരുന്നു. അവനിപ്പോൾ നല്ല ഭേദമുണ്ട്. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. പതിയെ പതിയെ പിടിച്ചു നടക്കാനൊക്കെ തുടങ്ങി. മോനെ ജഗ, നീ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യവും കാണിച്ച് ആരോഗ്യം പോലും നോക്കാതെ ഈ ഒരു അവസ്ഥയിൽ അവളെ തിരക്കി പാഞ്ഞു പിടിച്ച് നടക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇപ്പൊ തന്നെ അവളെ കാണാതായിട്ട് മാസങ്ങളായി. ഇതുവരെ അവൾ ആരുടെ ഒപ്പമാണ് കഴിഞ്ഞിരുന്നത് എന്ന് പോലും നമുക്കറിയില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു പെണ്ണിനെ നീ കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? അവളെ കല്യാണം കഴിക്കാനോ? ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ അവളെ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട, സുഭദ്ര ജഗനോടായി പറഞ്ഞു.
ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നതു മുതൽ, ആരോഗ്യം ഒരുവിധം വീണ്ടു കിട്ടിയതു മുതൽ അവൻ പാഞ്ഞു നടക്കുകയാണ് ലച്ചുവിനെ തിരക്കി. വേണം, ഞാൻ എന്തായാലും അവളെ കണ്ടുപിടിച്ചിരിക്കും. എന്റെ കാൽച്ചുവട്ടിൽ അവൾ ഉണ്ടായിരിക്കണം. അത്രയും ഞാൻ ആഗ്രഹിച്ചു പോയ പെണ്ണാണ്. ഇനി ഭാര്യയായിട്ട് കൂട്ടാൻ പറ്റില്ല എങ്കിൽ ഒരു വേലക്കാരിയായി എന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൾ ഈ വീട്ടിൽ ജീവിക്കും. വല്ലാത്തൊരു പകയോടെ ജഗൻ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഇപ്പോഴും നിന്റെ ആരോഗ്യം നിനക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. നീ ആദ്യം അത് ശ്രദ്ധിക്ക്. അതിനുശേഷം അവളെ തിരഞ്ഞ് ഇങ്ങനെ പാഞ്ഞു നടക്ക്. സുഭദ്രയ്ക്ക് വേവലാതി അക്കാര്യത്തിലാണ്. കാരണം അവൻ ഇപ്പോഴും നടക്കാൻ പ്രയാസമുണ്ട്. ഹലോ സാറേ, ഞാൻ അനിലാണ് സാറേ. നമ്മുടെ കുറച്ച് പിള്ളേരെ കൂട്ടി സാറന്ന് ഒരു പയ്യനെ തല്ലിയില്ലായിരുന്നോ? അവർക്കെല്ലാം ഓരോരോ അപകടങ്ങൾ പറ്റി സാറേ. സാറിന്റെ കാലിന് പറ്റിയതുപോലെ തന്നെ മിക്കവാറും എല്ലാവരുടെയും കാലുകൾ ആരൊക്കെയോ ഒടിച്ചിട്ടുണ്ട്. അന്ന് ആ പയ്യനെ തല്ലാൻ പോയവർക്ക് മാത്രം ഇങ്ങനെ അപകടമുണ്ടായതിലൊരു പ്രശ്നമില്ലേ സാറേ? സാറിപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന കുട്ടിയും ആ സമയത്ത് ആ പയ്യന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയെ കാണാതായതിൽ അന്നത്തെ ആ സംഭവവുമായി എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ തോന്നുന്നു സാർ. ഫോണിൽ വിളിച്ച് ഒരു ഗുണ്ട അനിൽ ജഗനോട് പറഞ്ഞു. ശരി അനിലേ, ഞാൻ നോക്കട്ടെ. ഫോൺ വെച്ച് കഴിഞ്ഞതും ജഗന്റെ മുഖത്ത് വന്യമായ ചിരി നിറഞ്ഞു. തുടരും.